കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ദൈവിക സാന്നിധ്യം കടന്നുവരും. പുറപ്പാടിന്റെ പുസ്തകത്തിൽ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ മോശ എപ്പോഴൊക്കെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുവോ, ദൈവത്തെ ആരാധിച്ചുവോ, അപ്പോഴൊക്കെ ദൈവ സാന്നിധ്യം കടന്നു വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പല പ്രതികൂല സാഹചര്യങ്ങളിലും അസാധ്യ ഘട്ടങ്ങളിലും കർത്താവ് അത്ഭുതകരമായി അവരെ വഴി നടത്തി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതഘട്ടങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, കർത്താവായ യേശു എന്ന നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം അവിടുന്ന് കേൾക്കും എന്ന ഒരു വിശ്വാസം മോശയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രതികൂലത്തെ പകുത്തുമാറ്റി മുന്നോട്ട് പോകുവാൻ മോശയ്ക്ക് സാധിച്ചത്. വചനം പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് സംസാരിച്ചു പോകുമ്പോൾ അവരുടെ അടുക്കലേക്ക് യേശു കടന്നു വന്നത്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അവിടെ കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലും കർത്താവിനെ നാം അനുസ്മരിക്കുമ്പോൾ അവിടുന്ന് കടന്നു വരികയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വസിക്കുക. സ്നേഹമുള്ളവരെ, ഇന്ന് നാം ഏത് സാഹചര്യത്തിലായാലും, മനുഷ്യർക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ മധ്യത്തിലായാലും, ആ സാഹചര്യങ്ങളിൽ ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള കർത്താവ് നസ്രായനായ യേശു ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന നിരാശകളെ മാറ്റി പ്രത്യാശയോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവിനോട് നാം സമർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ അവിടുന്ന് ശ്രവിക്കുകയും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമുക്ക് പറയാം, കർത്താവേ, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കടന്നു വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ, ഞങ്ങളുടെ ജീവിത ശൈലികളിൽ, ജീവിത രീതികളിൽ, കുടുംബത്തിൽ അങ്ങയുടെ സാന്നിധ്യം കടന്നു വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ എൻ്റെ യേശു, സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. ഹല്ലേലൂയ. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. പിരിയാതെ, വിട്ടു പിരിയാതെ, അകലാതെ, ദൂരെ മാറാതെ, പിരിയാതെ, വിട്ടു പിരിയാതെ, അകലാതെ, ദൂരെ മാറാതെ, അരികില, എന്നരികില, അറിയുന്നു നിൻ സാന്നിധ്യം. ഓ യേശുവേ, നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് നല്ല വഴി കാട്ടിത്തരണമേ.
തെറ്റാതെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയായിരിക്കണമേ യേശുവേ. അങ്ങയോടുള്ള ബന്ധം ദൃഢപ്പെടുവാൻ തക്കവിധം ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ യേശുവേ. അങ്ങയുടെ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓ യേശുവേ. എന്നിലെ നല്ല കാര്യസ്ഥനേ, എന്നിലെ നൽവഴി കാട്ടിയേ, എന്നിലെ നല്ല കാര്യസ്ഥനേ, എന്നിലെ നൽവഴി കാട്ടിയേ, ബന്ധമേ, മാറാ സ്നേഹമേ, നീ മതി എന്നുമേ. പിരിയാ ബന്ധമേ, മാറാ സ്നേഹമേ, നീ മതി എന്നുമേ. ഓ എൻ്റെ യേശുവേ, സ്തോത്രം. നീ മതി എന്നുമേ. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ സ്നേഹം തിരിച്ചറിയുവാൻ തക്കവിധം ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് ശ്രവിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ എൻ്റെ യേശുവേ, വിശ്വാസത്തോടെ ഞങ്ങളായിരിക്കുന്നു. കവിഞ്ഞൊഴുകണേ ഈ നൽവേളയിൽ, അങ്ങിൽ നിറയുവാൻ ആശയേറിയിടുന്നേ. എൻ്റെ കർത്താവേ, കവിഞ്ഞൊഴുകണേ ഈ നൽവേളയിൽ, അങ്ങിൽ നിറയുവാൻ ആശയേറിയിടുന്നേ. മരുവിൽ നീരു തേടും വേഴാമ്പൽ പോലെ ഞാനും കേളുന്നിതാ ആവലാ. മരുവിൽ നീരു തേടും വേഴാമ്പൽ പോലെ ഞാനും കേളുന്നിതാ ആവലാ. കേഴുന്നിതാ ആവലാ. കേഴുന്നിതാ ആവലാ. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. നിൻ സന്നിധി മതി യേശുവേ, യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കും. നിൻ സാന്നിധ്യം മതി എന്നുമേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കടന്നു വരട്ടെ. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. പിരിയാതെ, വിട്ടു പിരിയാതെ, അകലാതെ, ദൂരെ മാറാതെ, പിരിയാതെ, വിട്ടു പിരിയാതെ, അകലാതെ, ദൂരെ മാറാതെ, അരികിലായി, എൻ്റെ അരികിലായി അറിയുന്നു നിൻ സാന്നിധ്യം. നിൻ സന്നിധി മതി യേശുവേ, നിൻ
സാന്നിധ്യം മതി എന്നുമേ. കർത്താവായ യേശുവിനോട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരികയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.